സംശയമുണ്ട്. കാരണം ഇന്നലെ രാത്രി ഒരു 10:30 മണിക്ക് ബേബിന്ന് അവരെ ബന്ധുക്കളെ വിളിക്കുകയാണ്. ഇങ്ങനെ കുട്ടിക്ക് ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുന്ന സമയത്ത് കുട്ടി മരിച്ച് കിടക്കുകയാണ്. അപ്പോൾ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത്. അയാൾ വന്ന സമയത്ത് പറഞ്ഞു ഞാൻ ഭർത്താവാണെന്ന്, പിന്നെ പറയുന്നു ഞാൻ സുഹൃത്താണെന്ന്. അപ്പോൾ പോലീസ് ഇവർക്ക് സംശയം തോന്നിയപ്പം ആശുപത്രി അധികൃതരാണ് പോലീസിൽ ഇൻഫോം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് കക്ഷി വിടില്ല, പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ മംഗലാപുരത്ത് പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ കോഴിക്കോട്ട് എത്തി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ കുട്ടി സ്വമേധയാ വരില്ല. മാത്രമല്ല കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണവും കുടുംബാംഗങ്ങളോ അയൽവക്കക്കാരായിട്ടുള്ള ഞങ്ങൾക്കൊന്നും ഒരു ബോധ്യമില്ല. അപ്പോൾ ഇതിൽ ദുരൂഹത ഉണ്ട്, സംശയാസ്പദമാണ്. കൃത്യമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തു വരുള്ളൂ. അപ്പോൾ നല്ലൊരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യം. അപ്പോൾ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന പല കുട്ടികളും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ വെച്ചിട്ട് കുട്ടീനെ പലപ്പോഴും അയച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മക്ക് തന്നെ ഈ ചങ്ങായി ഫോട്ടോ അയച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നെറ്റില്ലാത്തത് കൊണ്ട് സാധിച്ചില്ല. അപ്പോഴത്തേക്കും അത് ഡിലീറ്റ് ചെയ്തു. അപ്പം ഭീഷണിപ്പെടുത്തിയിട്ട് ഈ കുട്ടീനെ വരുതിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി മാനസികമായ പ്രയാസം കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. എന്തായാലും സംശയമാണ്. അതൊക്കെ ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ അന്വേഷണം നടക്കണം. അതാണ് എല്ലാവരുടെയും അഭിപ്രായം. ഓക്കെ.